ഇവിടെ വിശന്നു വലഞ്ഞൊരു കുഞ്ഞു പൂച്ച ഒരു വീടിന് വെളിയിൽ നിൽക്കുന്നു. പക്ഷെ ആ വീട്ടിൽ ആൾതാമസമില്ല. അതുകൊണ്ട് ആ പൂച്ച എങ്ങോട്ട് പോകുമെന്നറിയാതെ മുന്നോട്ട് നടന്ന് റോഡ് സൈഡിൽ വന്നിരിക്കുന്നു. അതേസമയം ഒരു പെണ്ണ് ശ്രദ്ധയില്ലാതെ കൺട്രോൾ ഇല്ലാത്തതുപോലെ കാറോടിച്ചു വരുന്നു. അതിനിടയിൽ അവൾക്കൊരു കോൾ വരുന്നു. അവൾ അയാളോട് സംസാരിച്ചുകൊണ്ട് കാറോടിക്കുന്നു. അപ്പോൾ ആ പൂച്ച നടന്ന് റോഡ് ക്രോസ് ചെയ്യുന്നു. അവൾ അതിനെ കണ്ട് പാനിക്കാവുന്നു. പൂച്ചയും പാനിക്കാവുന്നു. അവൾ പെട്ടെന്ന് തന്നെ കാറ് ബ്രേക്ക് പിടിച്ചു നിർത്തുന്നു. ജസ്റ്റ് മിസ്സിൽ ആ പൂച്ച രക്ഷപ്പെടുന്നു. പക്ഷെ ബുദ്ധിമാനായ പൂച്ച തന്റെ തല കൊണ്ടുവന്ന് കാറിന്റെ നമ്പർ പ്ലേറ്റിലിടിച്ച് കാർ ഇടിച്ചതുപോലെ തറയിൽ വീണ് കിടക്കുന്നു. കാറിൽ നിന്ന് ഇറങ്ങി വന്നവൾ കാണുന്നത് മരണത്തോട് മല്ലിടുന്ന ഒരു പൂച്ചയാണ്. അവൾ അതിനെ കയ്യിലെടുത്ത് ആരെങ്കിലും സഹായിക്കാനുണ്ടോ എന്ന് നോക്കുമ്പോൾ അവൾ അവിടെ 10 ലൈഫ്സ് ആനിമൽ ഷെൽട്ടർ എന്നൊരു ബോർഡ് കാണുന്നു. അവൾ അതിനെയും കൊണ്ട് അവിടേക്ക് വരുന്നു. അവിടെയുള്ള ലേഡി അതിനെ പരിശോധിക്കുന്നു. അത് ചത്തതുപോലെ ആക്ട് ചെയ്ത് കിടക്കുന്നു. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പക്ഷി അവന്റെ ഫേസിൽ കയറിയിരിക്കുന്നു. ശ്വാസം മുട്ടിയവൻ പെട്ടെന്ന് ചാടി എണീക്കുന്നു. അവൾ അതിനെ അവിടെയാക്കി പോകാൻ തുടങ്ങുന്നു. പക്ഷെ കാറിൽ കയറി പോകാൻ തുടങ്ങിയവൾക്ക് അതിനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ തോന്നുന്നില്ല. അവൾ വേഗം തന്നെ അകത്തേക്ക് വന്ന് അതിനെ തിരിച്ചു ചോദിക്കുന്നു. ആ ലേഡി അവൾക്ക് അതിനെ കൊടുക്കുന്നു. അവൾ അതിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു. അതിന് ബക്കറ്റ് എന്ന് പേരുമിടുന്നു. പിന്നീട് ആ പൂച്ച അവളുടെ ലൈഫിന്റെ ഭാഗമായി മാറുന്നു. രണ്ടുപേരും വളരെയധികം ഹാപ്പിയായി ജീവിക്കുന്നു.